പെരിന്തൽമണ്ണ എം.എൽ.എ. നജീബ് കാന്തപുരം കേരളത്തിലെ ഇരുത്തം വന്ന ഏറ്റവും ശക്തനായ ഒരു യുവ എം.എൽ.എ.യാണ്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ആർക്കും പരാതിയില്ല. പക്ഷെ ഇപ്പോഴിതാ പുതിയൊരു പരാതി രംഗത്ത് വന്നിരിക്കുകയാണ്. പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും വീട്ടുപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം എം.എൽ.എക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ പോലീസ്. വഞ്ചനാ കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എം.എൽ.എക്കെതിരെ കേസ്. പുലമാന്തോൾ സ്വദേശിനി അനുപമ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നജീബ് കാന്തപുരം എം.എൽ.എയും മറ്റൊരാളും ചേർന്ന് വിലയുടെ 50% മാത്രം നൽകിയാൽ ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നാണ് പരാതി. വാട്സാപ്പിലൂടെയും വാർത്താക്കുറിപ്പിലൂടെയും നേരിട്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ എം.എൽ.എ. ഓഫീസിൽ വെച്ച് 21,000 രൂപ കൈപ്പറ്റിയെന്നും ആ പരാതിയിൽ പറയുന്നു. 40 ദിവസം കഴിഞ്ഞിട്ടും ലാപ്ടോപ്പ് നൽകിയില്ലെന്നും പണം തിരികെ നൽകിയില്ല എന്നുമാണ് അനുപമയുടെ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 314(4)(3)(5) വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സത്യത്തിൽ നജീബ് കാന്തപുരം എന്ന മിടുക്കനായ എം.എൽ.എ. എങ്ങനെയാണ് ഇതിലൊക്കെ പെട്ടുപോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നജീബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു വഴി മാത്രമല്ലായിരുന്നു എന്നാണ് എതിരാളികൾ പറയുന്നത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകുന്നതിന് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയ അനന്തകൃഷ്ണന് എം.എൽ.എ. തന്റെ ഫൗണ്ടേഷനിലൂടെ കണ്ടെത്തി നൽകിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഒരേ സമയം ആളുകളിൽ നിന്ന് പണം തട്ടിക്കാൻ കൂട്ടുനിന്നതിനും അതിനോടൊപ്പം തന്നെ മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഭീമമായ ഫണ്ടുകൾ സ്വീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ജനപ്രതിനിധിയായ ഒരാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നതിനുള്ള തെളിവുകൾ പുറത്തു വരുന്നു എന്നാണ് CPM നേതാക്കൾ പ്രസംഗിച്ചു നടക്കുന്നത്. നജീബ് കാന്തപുരം എന്ന എം.എൽ.എ. നമുക്കറിയാം. വെറും 38 വോട്ടിന് ജയിച്ച തീപാറുന്നൊരു പോരാട്ടത്തിൽ CPM സ്വതന്ത്രനെ തോൽപ്പിച്ച അന്ന് മുതൽ തന്നെ തുടങ്ങിയ നിയമ പോരാട്ടം, അതും അവസാനം വിജയിക്കുമ്പോഴേക്കും വലിയ ജനകീയനായ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. വെറും 38 വോട്ടിന് ജയിച്ചു എന്നതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരുന്നെങ്കിൽ പോലും നജീബ് കാന്തപുരത്തെ തൊടാൻ കഴിയാത്തത്ര ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം കടക്കുമായിരുന്നു എന്ന് പെരിന്തൽമണ്ണക്കാർ പറഞ്ഞത് നമുക്കറിയാം. എങ്കിലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. അതിനിടയിൽ ഇത്തരത്തിലൊരു അപവാദവും ആരോപണവും അദ്ദേഹത്തിന് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. തട്ടിപ്പ് നടന്നു എന്നുള്ളത് വളരെ ശരിയാണ്. അതിൽ ദുരുദ്ദേശത്തോടു കൂടി പണം സമ്പാദിക്കാൻ എം.എൽ.എ. നജീബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു യുവതി കേസുമായി വന്നതിൽ സത്യം തെളിയുക തന്നെ വേണം. അതിനായി കാത്തിരിക്കുകയാണ് കേരളം.